ഹലോ കൂട്ടുകാരെ, നോമ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 3.9 വേർഷൻ ആയിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോമേഴ്സ് കൊളാബറേഷൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഓൾറെഡി പബ്ജി മൊബൈൽ ഗ്ലോബലിൽ വന്നിട്ടുണ്ട്. നമ്മുടെ BGMI എപ്പോഴാണ് വരുന്നതെന്നുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് റേസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ടുള്ള ഒരു റീസെൻ്റ് ആയിട്ട് വന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമിനാറ്റി ആയിട്ട് ഒരു കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ഇതിൽ നമ്മൾ അടുത്ത അപ്ഡേറ്റിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം ടൈം വേസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കരിമിനാറ്റി ആയിട്ടുള്ള എന്തൊക്കെ ഹ്യൂമർ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഹിന്ദി നേരെ അറിയത്തില്ല, അതുകൊണ്ട് എനിക്കിത് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നല്ല ഫണ്ണായിട്ട് എന്തൊക്കെയോ പുള്ളി സംസാരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. അടുത്ത അപ്ഡേറ്റ് എന്തായിരുന്നാലും നമ്മുടെ കരിമിനാറ്റിയുടെ ഒരു വോയിസ് പാക്ക് ആഡ് ആക്കുന്നതാണ്. അത് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു വോയിസ് പാക്കിന്റെ ലീക്ക് ഓൾറെഡി മാറ്റ് തമിഴ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേൾപ്പിച്ചു തരാം. കൂട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും കരിമിനാറ്റി ഫാൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ബേസിക് പാക്കും അതേപോലെ തന്നെ പുള്ളിയുടെ മിത്തിക് പാക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ 3.9 അപ്ഡേറ്റിന്റെ തീം മോഡ്. ഫസ്റ്റ് തന്നെ ഇവർ പറയുന്നത് നമ്മുടെ നിയോൺ ടൗണിന്റെ ഔട്ട്ലുക്ക് നമുക്ക് എങ്ങനെയാണോ പബ്ജി മൊബൈൽ ഗ്ലോബലിൽ തന്നേക്കുന്നത് അതേപോലെ തന്നെയാണ്. നമ്മുടെ കുഞ്ഞൻ റോബോട്ട് കുട്ടൻ, അതേപോലെ നമ്മുടെ റെസ്റ്റോറൻറ്റ്, പിന്നെ കോസ്മിക് ഓവർബോർഡ്, അതുപോലെ ആ ഒരു ഓവർബോർഡിന് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ പവർ അപ്പ്, സെൻട്രലിലുള്ള ആ ഒരു ലൂട്ട് ഏരിയ, പിന്നെ പവർ കൊടുത്തിട്ട് ആളെ സമൻ ചെയ്യുന്നത്, അതേപോലെ കഴിച്ചുടഞ്ഞ ഫുള്ളായിട്ട് ഹെൽത്ത് എനർജി ബാറും ഒരേപോലെ ഫില്ലാവുന്ന ആ ഒരു ബർഗർ കിട്ടുന്ന സ്ഥലം, പെട്ടി തുറന്നിട്ട് നമ്മുടെ ഓവർബോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു കോറ് കളക്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ 2 കോർ ഉണ്ടെങ്കിൽ നമ്മുടെ ഓവർബോർഡ് ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത്, പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള യൂസേജ്. പിന്നെ ഇത്തവണ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ബീറ്റാ വേർഷനിൽ ഈ ഒരു ഓവർബോർഡിൻ്റെ സംഭവം നമുക്ക് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നമ്മുടെ ബാഗിൽ കാണുമായിരുന്നു. എന്നാൽ ഇനി മുതൽ നമ്മളത് ഇവൻ്റ് ഇറങ്ങി പിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ബീറ്റാ വേർഷനിൽ എക്സാക്റ്റ് ആയിട്ട് അതേപോലെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ ഇവന്റിൽ നിന്ന് നമ്മുടെ ബീക്കൺ സമൻ ചെയ്ത് ഇതേപോലെ ട്രാൻസ്ഫോമേഴ്സിനെ വരുത്തി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇവരെ നമുക്കൊരു വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇനി ഇവർ തമ്മിൽ കാണുന്നിടത്ത് ഒരു ഫൈറ്റിംഗ് സർക്കിളും ഉണ്ടാവും. ഇവർ തമ്മിൽ ഇതേപോലെ ഫൈറ്റിംഗ് ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫൈറ്റ് കിടക്കുമ്പം ഇവിടെ ഒരു വലിയ സർക്കിൾ സോൺ ഉണ്ടാവും. ഈ ഒരു ഫൈറ്റിൽ ആര് ഡിഫീറ്റ് ആവുന്നു ആ ഒരു ഡിഫീറ്റ് ആയ ആളുടെ എനർജി എടുത്ത് 2 മടങ്ങ് അധികമായിട്ട് വിന്നായ ആൾക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിപ്പോൾ 2 പേർക്കും ബാധകമാണ്. ഇനി നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സിനെ എത്ര വട്ടം ഡിഫീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇതിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പ്രൈമിനായാലും മെഗട്രോണിനായാലും നിങ്ങൾക്ക് എത്ര വട്ടം വേണോ ഇതേപോലെ റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോണിനകത്ത് ഫൈറ്റ് എടുക്കുന്ന എനിമിക്കായിരുന്നാലും ഇനി നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സിനായിരുന്നാലും എക്സ്ട്രാ ഒരു റീകോൾ ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇവന്റിന് പുറത്താണെങ്കിലും ഈ ഒരു സർക്കിളിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു റീകോളും കൂടെ കിട്ടുന്നതാണ്. അതുമാത്രമല്ലാതെ ഇനി നമ്മുടെ ഈ ട്രാൻസ്ഫോമർ എവിടെയൊക്കെ മൂവ് ആവുന്നോ അതിനനുസരിച്ച് ഇതേപോലെ നമ്മുടെ മിനി മാപ്പ് ഇതേപോലെ കാണിക്കുന്നതാണ് കേട്ടോ. ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പബ്ജി മൊബൈൽ തന്ന പോലെ നമ്മുടെ BGMIയിലും നമുക്ക് പുതിയ ലോബി ഹബ്ബ് വരുന്നുണ്ട്. അതിൽ ഇതേപോലെ പുതിയ ഫ്യൂച്ചേഴ്സ് വരെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു മിനി ചിയർ പാർക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. അതേപോലെ ചുമ്മാ മാജിക് ബാൻഡ് പോലൊരു സംഭവം, പിന്നെ ഇത് വേണമെങ്കിൽ മെറി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം, അതേപോലെ ഒരുപാട് ഗെയിംസ് നിങ്ങൾ കളിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫൺ ചെയ്യാം. അതേപോലെ ഇവിടെ ഇരുന്നതിന് ഓരോരോ സാധനങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതായത് ഓരോ സ്ഥലത്ത് വേണ്ടിയിട്ടുള്ള മാപ്പായാലും ചിയർ പാർക്കായാലും ട്രെയിനിങ് ആയാലും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. സംഭവം ഇതിനൊരു മിനി ചിയർ പാർക്കായിട്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇവർ ഇതൊരു ഫൺ ലോബി ആയിട്ട് കൊണ്ടുവന്നു. और लगे हाथ गैलेक्टिक जंप गेट में जाके टेसरैक्ट भी ले लो. स्पेस में जाके ये नजारे और इसकी सैलरी से भी ज्यादा लूट मिले. ഇപ്പോൾ പറയുന്നത് ഇവിടെ ഗാലക്സി ജെം ഗേറ്റ് എന്ന് ഇതേപോലെ ഒരു പോർട്ടലുണ്ട്. ഈ ഒരു പോർട്ടലിനകത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗാലക്സി മുഴുവനായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്പേസ് ഫുള്ളായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ് പ്രൈമിനെയും അതേപോലെ നമ്മുടെ മെഗട്രോണിനെയും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇവരുടെ ഫോട്ടോ എടുക്കാം, ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതേപോലെ ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ആനിമേഷനിൽ കുറച്ച് ലൂട്ടൊക്കെ തരും. വിഷ്വലി കൊള്ളാം. ये है मेरा फाइट क्लब.
ഓക്കെ, ഫൈറ്റ് ക്ലബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആസ്ട്രോഡൈൻ ഔട്ട്സ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്സൈഡ് പോർട്ടൽ നമുക്ക് മാപ്പിൽ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇവിടെ ഒന്ന് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈസി, ഇൻ്റർമീഡിയറ്റ്, ഹാർഡ് എന്ന് 3 ലെവൽ കാണിക്കും. ഇതിൽ നിങ്ങൾ ഏത് ലെവലാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ ഉള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ബോട്ടുകൾ വരും. ഒരു ബോട്ടുകളുമായിട്ട് നിങ്ങളിവിടെ മീലി വെപ്പൺസിൽ തന്നെ ഫൈറ്റ് എടുക്കേണ്ടി വരും. അതായത് മീലിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബാറ്റിൽ ഏരിയയാണ് ഇവിടെ പ്ലേയേഴ്സ് ഇതുപോലെ വരും. പ്ലേയേഴ്സ് നിങ്ങൾ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ അകത്തുനിന്ന് റീകോൾ ആയിട്ട് ഒന്നും കൂടെ വെളി വരുന്നതാണ്. ഇനി നിങ്ങൾ അകത്തുള്ള ബോട്ടുകൾ എല്ലാവരും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതേപോലെ ഇഷ്ടം പോലെ ലൂട്ടുകൾ കിട്ടുന്നതാണ് കേട്ടോ. ये मेरा भाई अभी तक सुपर स्मूथ ग्राफिक्स पे गेम नहीं खेली है इसने. ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പം നമുക്ക് എന്തായിരുന്നാലും സൂപ്പർ സ്മൂത്തിൻ്റെ ഗ്രാഫിക്സും കൂടെ വരുന്നതാണ്. കാരണം ഇടയ്ക്ക് ഇത് വരാൻ സാധ്യതയില്ലെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും നമുക്ക് സൂപ്പർ സ്മൂത്ത് കിട്ടുന്നതാണ്. പക്ഷേ ആരും നിങ്ങൾ ഈ ഒരു സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ദയവ് ചെയ്ത് കാത്തിരിക്കരുത്. ഞാനിതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങളുടെ FPS ശകലം ബൂസ്റ്റ് ചെയ്ത് തരുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ഗ്രാഫിക്സ് കുറച്ചിട്ട്, അതായത് റെൻഡറിങ് കുറച്ചിട്ട് ജസ്റ്റ് ഫ്രെയിം ഇത്തിരി കൂട്ടുന്നു. അതാണ് സൂപ്പർ സ്മൂത്ത് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു ഫ്യൂച്ചർ നമുക്ക് വരുന്നുണ്ട്. ബാക്കി ഈ ഒരു പോഡ്കാസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ F14 റോയൽ പാസിൻ്റെ കാര്യങ്ങളും പിന്നെ അതേപോലെ നമ്മുടെ മമ്മി സൂട്ടിൻ്റെ റിട്ടേണിങ് ഇതിനെപ്പറ്റിയൊക്കെയാണ്. ആക്ച്വലി ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും. അത്യാവശ്യം ചെറിയ രീതിയിൽ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അപ്കമിങ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലീക്സും കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെയും വീഡിയോ ചെയ്യാം. സാധാരണ ഞാനിപ്പം ഈ ഒരു അപ്ഡേറ്റ്സ് അപ്കമിങ് ആയിട്ടുള്ള ബീറ്റ ടെസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ലീക്സും ഇനി വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ടൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സീരീസും കൂടെ ചെയ്യാം. അതാണ്. ഓക്കെ, ഫൈനലി നമ്മുടെ BGMAയിൽ ഈ ഒരു അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 16 ജൂലൈ 16 നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് BGMAയിൽ വരും. ആദ്യമേ ആൻഡ്രോയിഡിലായിരിക്കും വരുന്നത്, പിന്നെ ഐഫോണിൽ പയ്യെ റോൾ ഔട്ട് ആവും. എല്ലാ ഡിവൈസിലും എന്തായിരുന്നാലും 16 തീയതി തന്നെ വരുന്നതാണ്. നമ്മുടെ യൂഷ്വലായിട്ട് വരും പോലെ തന്നെയാണ്, അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കും കൂടെ എനബിൾ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈക്ക് തരിക. അപ്പോൾ ഇനിയും നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഗൈസ്.